കണ്ണൂർ പിണറായി വെണ്ടുട്ടായിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ പ്രതിഷേധം. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കെ സുധാകരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസാണ്. സുധാകരൻ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, സുധാകരൻ വന്ന ഉദ്ഘാടനം കഴിഞ്ഞോ? സുധാകരൻ അല്പം മുമ്പ് സ്ഥലത്തെത്തുകയും പിന്നീട് ഈ തകർത്ത ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കെ സുധാകരൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കെ സുധാകരൻ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഓഫീസ് അടിച്ചു തകർക്കുകയും ഒപ്പം തന്നെ ഈ ശിലാഫലകമടക്കം തൊട്ടടുത്ത കനാലിൽ കൊണ്ടിടുകയും ഈ വാതിൽ കത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. CPM ശക്തി കേന്ദ്രമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ CPM ആണ് എന്നതാണ്. ഇതിന് വൻ പോലീസ് ഉണ്ടാകും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള CPM ഓഫീസിൽ CPM പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരും ഈ സുധാകരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്തൊക്കെ തന്നെ വിന്യസിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓഫീസിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ അത് തടസ്സപ്പെടുത്താൻ CPM പ്രവർത്തകർ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പല തവണകളിലായി പഞ്ചായത്തിലടക്കം എത്തി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ CPM ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ തന്നെ ഇത്തരമൊരു ആക്രമണം CPM ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് അവർ ആരോപിക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ CPM നിഷേധിക്കുക. ആക്രമണവുമായി ബന്ധപ്പെട്ട പോലീസ് ഒരു നടപടികളും സ്വീകരിച്ചില്ലേ? തെളിവുകളോ ഒന്നുമില്ലേ? CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഒരു തുമ്പുമില്ലാതെ നിൽക്കുകയാണോ? ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ഉണ്ടായിരുന്നു. പക്ഷേ ഈ CCTV അത് തകർത്തതിന് ശേഷം, അത് നിശ്ചലമാക്കിയതിനു ശേഷമാണ് ഈ അക്രമം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് CCTV നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നു. അത് നിശ്ചലമാക്കിയതിനു ശേഷമാണ് ഇവിടെ എത്തി ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതാരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി, വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ CPM പ്രവർത്തകർ ഇവിടെ എത്തി ഈ ഓഫീസിൽ ജനൽ ചില്ലുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം, ഞങ്ങൾ അത് തകർക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ആരോപിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് കോൺഗ്രസിന് വലിയ ശക്തിയുള്ള മേഖലയല്ല, CPM വലിയ ശക്തിയുള്ള പ്രദേശമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം അകലെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരമൊരു സംഭവം ഇപ്പോൾ നടന്നിട്ടുള്ളത്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പ്രതികളെ കണ്ടെത്താനോ ആരാണിത് ചെയ്തതെന്ന് കണ്ടെത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയും പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നു. ഏതായാലും KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഈ തകർന്ന ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ശരി. കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരുന്ന കെട്ടിടമാണ് CPM പ്രവർത്തകരാണ് തകർത്തതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. CPM നിഷേധിക്കുന്നുണ്ട്. എന്തായാലും തകരാറുകൾ പറ്റിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുധാകരൻ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അത് ആവശ്യമാണ്, അനിവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകതയുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.